ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് റവ വെച്ച് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള പാൽ ഉപ്പുമാവ് റെഡിയാക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വെളിച്ചെണ്ണയിലോ ഗീയിലോ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ രണ്ടും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കടുക് ഉഴുന്നതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചത് അല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 10 ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് സവാള തന്നെ കുറച്ച് കൂടുതലെടുത്താലും മതിയാവും. ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ വഴച്ചെടുക്കണം. സവാളയൊന്നും ഓവറായിട്ട് കളർ മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതിയാവും. സവാളയെല്ലാം വഴച്ചെടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകിൻ്റെ എല്ലാം റോസ്മെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ സമയം 1/2 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയും കൂടെ ഒന്ന് ചെറുതായി വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പുമാവിലേക്ക് പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് റവ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി സെപ്പറേറ്റ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. വറുക്കാത്ത റവയാണെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് പോലെ വറുത്ത് കൊടുക്കണം. ഇതിലിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴേക്കും ഉപ്പുമാവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് 2 കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് പശുവിൻ പാലിന് പകരം തേങ്ങാപ്പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലോട്ട് പാലും റവയും എല്ലാം അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലോട്ട് വെള്ളത്തിന് പകരം പാൽ തന്നെ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും അങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലുള്ള പാലും വെള്ളവും എല്ലാം ഒന്ന് കുറച്ചൊന്ന് വറ്റി കുറുകി വരുന്ന വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലും കൂടെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവായിരിക്കും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തൊന്ന് തിക്കാക്കി എടുത്താൽ മതിയാവും. ഇത് ഓവർ തിക്കായി പോകരുത്. കുറച്ചൊരു ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലോട്ട് ഈ സമയം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഉപ്പുമാവ് നമുക്ക് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഉപ്പുമാവാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്കിതിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.